നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലെ ഓസ്ലോയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയ വേളയിലുണ്ടായ ഒരു സംഭവം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. നോർവീജിയൻ പ്രധാനമന്ത്രിക്കൊപ്പം ജനത്തെ അഭിസംബോധന ചെയ്ത ശേഷം നിശ്ചയിക്കപ്പെട്ട പ്രസ്താവനകൾ അവസാനിപ്പിച്ചു മടങ്ങുകയായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരെ ഹെല്ലേലിംഗ് എന്ന നോർവീജിയൻ മാധ്യമ പ്രവർത്തക അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുകയും വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അതൊരു പത്രസമ്മേളനമൊന്നും ആയിരുന്നില്ല. മോദി അവർ ചോദിച്ച ചോദ്യം കേട്ടിട്ട് കൂടി ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ്. ചോദ്യം ചോദിച്ചതിന്റെ വീഡിയോ ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ അത് വലിയ രീതിയിൽ വൈറലായിരുന്നു. എന്നാൽ വിദേശ രാജ്യത്തെത്തിയ ഭാരതത്തിന്റെ പ്രതിനിധിയെ അവഹേളിക്കാൻ നോക്കിയ ഈ മാധ്യമ പ്രവർത്തകയുടെ അറിവില്ലായ്മയും ഇതിന് പിന്നിലെ കപട അജണ്ടയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ സംഭവത്തിന് പിന്നാലെ പ്രമുഖ ഇന്ത്യൻ മാധ്യമമായ NDTV ഹെല്ലേലിംഗുമായി നേരിട്ടൊരു അഭിമുഖം നടത്തുകയുണ്ടായി. ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചോ ഇന്ത്യയുടെ അതിശക്തമായ ജനാധിപത്യ സംവിധാനങ്ങളെക്കുറിച്ചോ ഈ മാധ്യമ പ്രവർത്തകയ്ക്ക് യാതൊരു അടിസ്ഥാന വിവരവുമില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു ആ ഒരു അഭിമുഖം. ഇന്ത്യയെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകന്റെ കൃത്യമായ ചോദ്യത്തിന് മുന്നിൽ ഇവർ പൂർണ്ണമായും പതറിപ്പോയി. താൻ ഇന്ത്യയിലെ ബിരിയാണിയെ പറ്റിയും യോഗയെ പറ്റിയും ഒക്കെയാണ് പുസ്തകം വായിച്ചിട്ടുള്ളത് എന്നായിരുന്നു ഇവരുടെ അങ്ങേയറ്റം നിലവാരമില്ലാത്ത മറുപടി. ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ചോ ജനാധിപത്യത്തെക്കുറിച്ചോ ഒരക്ഷരം പോലും അറിയാത്ത വെറും ബിരിയാണിയുടെ നിലവാരം മാത്രമുള്ള ഈ മാധ്യമ പ്രവർത്തകയാണ് 140 കോടി ജനങ്ങളുടെ പ്രതിനിധിയായ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്യാൻ പുറപ്പെട്ടത് എന്നത് എത്രത്തോളം ലജ്ജാകരമാണ്. ലോക പത്രസ്വാതന്ത്ര്യ സൂചികയിൽ നോർവേ 1ാം സ്ഥാനത്താണെന്നും ഇന്ത്യ താഴെയാണെന്നും പറഞ്ഞാണ് ഹെല്ലേലിംഗ് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നത്. എന്നാൽ ഇവർ മനസ്സിലാക്കേണ്ട മറ്റൊരു അടിസ്ഥാന കാര്യമുണ്ട്. വെറും 1 ലക്ഷത്തിനടുത്ത് മാത്രം ജനസംഖ്യയുള്ള ഒരു ചെറിയ കോർപ്പറേഷൻ പരിധിയേക്കാൾ ചെറിയ രാജ്യമാണ് നോർവേ. അവിടെ ഇരുന്ന് മാധ്യമ പ്രവർത്തനം നടത്തുന്നതും ലോകത്തിലെ ഏറ്റവും വലിയ വൈവിധ്യങ്ങളുള്ള 140 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്തെ മാധ്യമ പ്രവർത്തനവും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുന്നവർ കണ്ണു തുറന്ന് കാണേണ്ടത് ഇവിടെ സർക്കാരിനെ രാപ്പകലില്ലാതെ അതിശക്തമായി വിമർശിക്കുന്ന എത്രയോ പ്രതിപക്ഷ ചാനലുകളും പത്രങ്ങളുമാണ് സ്വതന്ത്രമായി നിലനിൽക്കുന്നത് എന്നാണ്. പരമാധികാരമുള്ള ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്ത് അതിഥിയായി എത്തുമ്പോൾ ഔദ്യോഗിക പ്രോട്ടോകോൾ ലംഘിച്ച് ചോദ്യോത്തര സമയം അനുവദിക്കാത്ത വേളയിൽ ഇത്തരത്തിൽ ഒച്ച വെക്കുന്നത് പത്രസ്വാതന്ത്ര്യമല്ല, മറിച്ച് വെറും തരം താണ അച്ചടക്ക ലംഘനവും അതിഥിയെ അവഹേളിക്കലുമാണ്. ഈ സംഭവത്തിന് തൊട്ട് മുൻപ് വരെ സോഷ്യൽ മീഡിയയിൽ വളരെ കുറച്ചു മാത്രം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഹെല്ലേലിംഗിന്റെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരൊറ്റ വിവാദത്തോടെ ഫോളോവേഴ്സ് കുതിച്ചുയരുകയാണ്. കേവലം സോഷ്യൽ മീഡിയ റീച്ചിനും അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റാനും വേണ്ടിയാണ് ഇവർ ഈ ഒരു നാടകം കളിച്ചതെന്ന് വ്യക്തമാണ്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ വളർച്ചയിൽ അസൂയ പൂണ്ട ചില വിദേശ ശക്തികളുടെ ചാരനാണോ ഇവർ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നയതന്ത്ര തലത്തിൽ തന്നെ ഇന്ത്യയുടെ ജനാധിപത്യ സ്ഥാപനങ്ങളുടെയും നീതിന്യായ വ്യവസ്ഥയുടെയും സ്വാതന്ത്ര്യം വ്യക്തമാക്കി ഇവർക്ക് കൃത്യമായ മറുപടി നൽകിയിട്ടുമുണ്ട്. ഔദ്യോഗിക പത്രസമ്മേളനത്തിൽ അനുവദിക്കപ്പെടാത്ത സമയത്ത് കയറി നിന്ന് ചോദ്യം ചോദിക്കാൻ ഈ മാധ്യമ പ്രവർത്തകയ്ക്ക് ആരാണ് അനുവാദം നൽകിയത് എന്നതിന് നോർവീജിയൻ ഭരണകൂടം തന്നെ ഇന്ത്യയോട് വ്യക്തമായ വിശദീകരണം നൽകേണ്ടതുണ്ട്. ഇന്ത്യയെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും അന്താരാഷ്ട്ര വേദിയിൽ അപമാനിക്കാൻ നോക്കിയ വിദേശ മാധ്യമ പ്രവർത്തകയുടെ പൊള്ളത്തരം NDTV അഭിമുഖത്തിലൂടെ ലോകത്തിന് മുൻപിൽ തുറന്നുകാട്ടി. യോഗയും ബിരിയാണിയും മാത്രം വായിച്ചറിവുള്ള ഇവർ 140 കോടി ജനങ്ങളുള്ള സ്വതന്ത്ര ജനാധിപത്യത്തെ പഠിപ്പിക്കാൻ വരേണ്ടതില്ല. സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി അന്താരാഷ്ട്ര പ്രോട്ടോകോൾ ലംഘിച്ച് അതിഥിയെ അവഹേളിച്ച ഹെല്ലേലിംഗിന്റെ ഈ തരംതാണ പ്രവൃത്തി ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് മുന്നിൽ പൂർണ്ണമായും തരിപ്പണമായിരിക്കുകയാണ്.